നമസ്കാരം. ന്യൂസ് ബ്രേക്സിലേക്ക് വിശദമായി. കോട്ടയം മണിമലയ്ക്ക് സമീപം പഴയിടത്ത് KSRTC ബസ് കത്തിനശിച്ചു. മലപ്പുറത്ത് നിന്നും പത്തനംതിട്ടയിലെ ഗവിയിലേക്ക് പോയ KSRTCയുടെ ഉല്ലാസയാത്രാ ബസ്സാണ് കത്തിയത്. പുക ഉയരുന്നത് കണ്ട് യാത്രക്കാർ പുറത്ത് ഇറങ്ങിയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ടോബി ജോൺസണുണ്ട് കോട്ടയത്ത് നിന്ന്. ടോബി, ബസ് പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ടല്ലോ, യാത്രക്കാർക്ക് ആർക്കും പരിക്കില്ലല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ ടോബി? ഉന്മേഷം, തീർച്ചയായിട്ടും യാത്രക്കാർക്ക് ആർക്കും തന്നെ പരിക്കേറ്റിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് പഴയിടത്ത് വെച്ച് ഈ സംഭവം ഉണ്ടായത്. KSRTCയുടെ KL 15A 208 എന്ന നമ്പറിലുള്ള ബസ്സാണ്, അത് ഉല്ലാസയാത്രാ ബസ്സാണ്. ആ ബസ്സാണ് കത്തി നശിച്ചത്. രാവിലെ ഈ യാത്ര പോകുന്നതിനിടയിൽ പിൻഭാഗത്തു നിന്നും തീയും പുകയും ഉയർന്നു എന്നാണ് യാത്രക്കാർ തന്നെ പറയുന്നത്. തുടർന്ന് പെട്ടെന്ന് ഈ തീ ആളിപ്പടരുകയായിരുന്നു ബസ്സിലേക്ക്. ഇത് ഈ തീ ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ വാഹനം നിർത്തി ആളുകളെ എല്ലാം പുറത്തേക്ക് ഇറക്കിയിരുന്നു. 28 യാത്രക്കാരാണ്, വിനോദസഞ്ചാരികളാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അവരെ എല്ലാം തന്നെ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റി. തുടർന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഈ തീ അണയ്ക്കുകയായിരുന്നു. എന്താണ് ഈ തീ പടരാനുള്ള കാരണമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് ആണോ അതോ മറ്റെന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. എന്തായാലും ആർക്കും തന്നെ പരിക്കില്ല, അത് വലിയ ആശ്വാസമാണ്. മലപ്പുറത്ത് നിന്ന് ഗവിയിലേക്ക് പോയ ഉല്ലാസയാത്രാ ബസ്സാണ്, KSRTCയുടെ ബസ്സാണ് ഇങ്ങനെ ഒരു തീ പടരുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ബസിന്റെ ഉൾഭാഗമടക്കം പൂർണ്ണമായും കത്തി നശിച്ച കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് എത്തി ആ തീ പൂർണ്ണമായിട്ടും അണച്ചിട്ടുണ്ട്. ബസ് വഴിയിൽ നിന്നും സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ടിട്ടുണ്ട്. ശരി ടോബി, വലിയ ദുരന്തമാണ് ഒഴിവായത്. ഉല്ലാസയാത്രാ സംഘം സഞ്ചരിച്ച KSRTC ബസ്സാണ് മണിമലയ്ക്ക് സമീപം പഴയിടത്ത് വെച്ച് ഇപ്പോൾ പൂർണ്ണമായി കത്തി നശിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യം ചെയ്യലിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്വർണം പൂശാനുള്ള അനുമതിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്കോ ഓഫീസിനോ കത്ത് നൽകിയിട്ടില്ല എന്ന് കടകംപള്ളി സുരേന്ദ്രൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി മന്ത്രിയുടെ ഓഫീസ് സന്ദർശിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ശബരിമല സന്നിധാനത്ത് വെച്ചല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല എന്നായിരുന്നു കടകംപള്ളി സുരേന്ദ്രന്റെ മറുപടി. MG പ്രതീഷ് ഉണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. പ്രതീഷ്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോൾ കടകംപള്ളി SITക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുള്ളത്? ഉന്മേഷ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ് ഒരു നിർണായക നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് കടകംപള്ളിയെ ചോദ്യം ചെയ്തതാണ്. അതീവ രഹസ്യമായിരുന്നു കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ ശനിയാഴ്ച നടന്നത്. ഈ ചോദ്യം ചെയ്യലിൽ 2019 ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും SIT ചോദിച്ചറിഞ്ഞത്. പക്ഷേ ആ ചോദ്യം ചെയ്യലിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് കൂടുതൽ ബന്ധങ്ങളില്ല എന്നുള്ള മറുപടിയാണ് കടകംപള്ളി നടത്തിയിട്ടുള്ളത്. ഒപ്പം ശബരിമല സന്നിധാനത്ത് വച്ചല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ താൻ കണ്ടിട്ടില്ല എന്നാണ് SIT സംഘത്തോട് കടകംപള്ളി സുരേന്ദ്രൻ നൽകിയിരിക്കുന്ന മൊഴി. ഈ സ്വർണ്ണപ്പാളികളിൽ സ്വർണം പൂശുന്നതിനായി ഏതെങ്കിലും തരത്തിൽ കത്തുകൾ അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളിക്ക് നൽകിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അത്തരത്തിൽ ഒരു കത്തും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള മറുപടിയാണ് ഈ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയിട്ടുള്ളത്. ഒപ്പം ഈ മന്ത്രിയുടെ ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിട്ടുണ്ടോ, അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് താൻ ശബരിമല സന്നിധാനത്ത് വച്ചല്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടിട്ടില്ല എന്നുള്ള മറുപടി കടകംപള്ളി നൽകിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പമുള്ള ഈ ചിത്രങ്ങൾ എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി അത് ബംഗളൂരിൽ മലയാളി സമാജം നടത്തിയ പരിപാടിയിൽ നിന്ന് എടുത്ത ചിത്രങ്ങളാണ് എന്നതാണ് കടകംപള്ളി നൽകിയിരിക്കുന്ന മറുപടി. ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഒറ്റ വാക്കിലായിരുന്നു കടകംപള്ളി മറുപടി നൽകിയത്. 2019 ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ തന്നോട് ചോദിച്ചറിഞ്ഞു, താൻ അതിന് മറുപടി പറഞ്ഞു എന്നുള്ള ഒരു വിശദീകരണം മാത്രമാണ് കടകംപള്ളി നൽകിയിട്ടുള്ളത്. ഇന്ന് ഈ വിശാഖപട്ടണത്തെ പാർട്ടി പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുലർച്ചെ തന്നെ കടകംപള്ളി തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പോയിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് SITയുടെ അടുത്ത നീക്കം എന്തായിരിക്കും എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന കൂടുതൽ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്ത ശേഷം കടകംപള്ളിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള താരതമ്യം നടത്തും. അതിനുശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കമാണ് SIT സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം PS പ്രശാന്തിനെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. ഇനിയും വീണ്ടും ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം പോകും എന്നതാണ് പ്രധാനമായും അറിയാൻ കഴിയുന്നത്. ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട SITക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഉന്നതരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്നതാണ് കോടതി ചോദ്യമായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ഇനിയും കൂടുതൽ നടപടികൾ SIT സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഒപ്പം D മണിയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. D മണി അന്വേഷണ സംഘത്തിന് നൽകിയ
നൽകിയ മൊഴി ഇപ്പോഴും അന്വേഷണ സംഘം വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഡി മണിയുടെ പങ്കുമായി ബന്ധപ്പെട്ട് വീണ്ടും കൂടുതൽ അന്വേഷണം നടത്താനാണ് SITയുടെ തീരുമാനം. പ്രതീഷ്, ഇപ്പോൾ ഇന്നലെ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് താൻ അക്കാലത്ത് ദേവസ്വം മന്ത്രിയായിരുന്നു, അതുകൊണ്ട് മന്ത്രി എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടി SITക്ക് മുൻപാകെ എത്തി എന്നുള്ളതാണ്. ഈ മൊഴി വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിനപ്പുറമുള്ള ഒരു തലം ഈ മൊഴിയെടുപ്പിനുണ്ടായിരുന്നു എന്ന് അങ്ങനെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ടോ പ്രതീഷ്? ഉന്മേഷ, തീർച്ചയായും. കാരണം ഈ പത്മകുമാറിന്റെ മൊഴിയടക്കം ഈ കേസിൽ നിർണായകമാണ്. താൻ ഒരിക്കലും, പത്മകുമാർ പലപ്പോഴും താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇപ്പോൾ മറ്റാരും അറിയാതെ താൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിലുള്ള മൊഴികളാണ് പത്മകുമാർ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്മകുമാർ നൽകിയ മൊഴി നിർണായകമാണ്. അതിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പങ്കുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ചോദ്യം. അങ്ങനെയെങ്കിൽ കൂടുതൽ ഒരു നടപടികളിലേക്ക് കൂടി SIT കടന്നേക്കും. കാരണം അന്നത്തെ ദേവസ്വം മന്ത്രി കൂടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് മാത്രം ഇത്രത്തോളം ഒരു ഗൂഢാലോചന നടത്തുക അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള നടത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യം പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിലാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പേര് കൂടി ഉയർന്നു വരുന്നത്. ദേവസ്വം മന്ത്രി അറിയാതെ ഇത്തരത്തിൽ വലിയ അട്ടിമറി ശബരിമലയിൽ നടക്കുമോ എന്ന് പ്രധാനമായും വിമർശനം ഉൾപ്പെടെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും തരത്തിൽ കടകംപള്ളിക്ക് പങ്കുണ്ടോ, ഏതെങ്കിലും തരത്തിൽ മൗന അനുവാദമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് SIT പരിശോധിക്കുന്നത്. ഒപ്പം ഈ ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകുന്ന പശ്ചാത്തലത്തിൽ ഉൾപ്പെടെ ഹൈക്കോടതി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ SIT ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് SIT കടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി പ്രതീഷ്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാറിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ദേവസ്വം മാനുവലിയിൽ തിരുത്തൽ വരുത്തിയതടക്കം സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിടാൻ തീരുമാനമെടുത്തതുവരെ A. പത്മകുമാറിന്റെ തീരുമാനം എന്നാണ് വിജയകുമാറിന്റെ മൊഴി. A. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും SIT ചോദ്യം ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തത് പരമാവധി പ്രചരിപ്പിക്കാൻ കോൺഗ്രസ്. കടകംപള്ളി സുരേന്ദ്രന് മറഞ്ഞുകൊണ്ടാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നത് എന്ന നിലയിൽ രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷ നീക്കം. കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും ചോദ്യം ചെയ്തത് വീണ്ടും CPIഎമ്മിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. വിവരശേഖരണം മാത്രമാണ് നടത്തിയതെന്നും ചോദ്യം ചെയ്യൽ അല്ല എന്നുമാണ് CPIഎം വാദം. ഇനി ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വിവരങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ നിന്ന് വിപിൻ സി വിജയൻ, കോഴിക്കോട് നിന്ന് മിഥില ബാലൻ. ആദ്യം കൊച്ചിയിലേക്കാണ് വിപിൻ സി വിജയൻ ചേരുന്നുണ്ട്. വിപിൻ, എന്തൊക്കെയാണ് ഈ മധ്യ കേരളത്തിലെ കൊച്ചിയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ? ഉന്മേഷ്, പുതുവത്സരത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടി എല്ലാവരും തന്നെ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇന്ന് വരാനുള്ളത്. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ കൊച്ചി വൈബ് ഇതിനോടകം തന്നെ ആ ഒരു പുതുവത്സരാഘോഷത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഫോർട്ട് കൊച്ചിയാണ് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ളത്. പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലുമായി 2 പാപ്പാഞ്ഞികളെ ഇന്ന് കത്തിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു പൂഴിയിടാൻ പോലും സ്ഥലമില്ലാത്ത അത്ര തിരക്കാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ കൊച്ചിയിൽ അനുഭവപ്പെടുന്നത്. ഇന്ന് അതിൻ്റെ ഇരട്ടിയാകുമെന്നുള്ളത് തന്നെ പോലീസ് തന്നെ കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നിയന്ത്രണങ്ങളും വലിയ രീതിയിൽ തന്നെ നിയന്ത്രണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 2 മണിക്ക് ശേഷം തന്നെ ആ ഭാഗത്തേക്ക്, അതായത് ഫോർട്ട് കൊച്ചി ഭാഗത്തേക്ക് വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടില്ല. 1200ഓളം പോലീസുകാർ, അത്രത്തോളം തന്നെ CCTVകളൊക്കെ തന്നെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. അതിന് പുറമെ ഇപ്പോൾ തൃക്കാക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും ഈ പാപ്പാഞ്ഞിയെ കത്തിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അങ്ങനെ മുഴുവനായും ഒരു ആഘോഷ രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി പുതുവത്സരത്തെ വരവേൽക്കാനായിട്ടുള്ള മണിക്കൂറുകൾ മാത്രമാണ്. ഇവിടെ മാത്രമല്ല, ഇപ്പോൾ ആലപ്പുഴ ബീച്ചിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിലും തൃശ്ശൂർ ഗ്രൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിലും അവിടെയൊക്കെ തന്നെ ഈ ഒരു പുതുവത്സരത്തിൻ്റെ ആഘോഷത്തിലേക്കാണ് ഓരോ നിമിഷവുമായി കടക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു ഒഴുക്ക് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശികൾക്കായി പ്രത്യേക പവലിയൻ ഒരുക്കുന്നു. അങ്ങനെ പൂർണ്ണമായും സജ്ജീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു, സജ്ജമായിരിക്കുന്നു കേരളം പുതുവത്സരത്തെ ആഘോഷിക്കാൻ. ഇനി മലയാളികൾക്ക് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പ്രത്യേകിച്ച് കൊച്ചിയിലേക്ക് ആയിരങ്ങൾ ഒഴുകുമെന്നും പ്രതീക്ഷിക്കുന്നു. വിപിൻ സി വിജയനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3:30 ലോകം പുതുവത്സരം ആഘോഷിച്ചു തുടങ്ങും. റിപ്പബ്ലിക് ഓഫ് കിരിബാസിലെ ക്രിസ്മസ് ഐലൻഡിലാണ് പുതുവത്സരം ആദ്യം പിറക്കുന്നത്. നാളെ ഇന്ത്യൻ സമയം 5:30 അമേരിക്കയിലെ ബേക്കർ ഐലൻഡിലാണ് പുതുവത്സരം അവസാനമെത്തുക. പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ റിപ്പബ്ലിക് ഓഫ് കിരിബാസിലെ ക്രിസ്മസ് ഐലൻഡിലാണ് 2026 പുതുവത്സര പിറവി. ഇന്ത്യൻ സമയം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30 ക്രിസ്മസ് ഐലൻഡിൽ പുതുവത്സരം പിറക്കുന്നത്.
പിന്നാലെ ഇന്ത്യൻ സമയം 3:45 ന്യൂസിലൻഡിലെ ചാറ്റം ഐലൻഡിലും 4:30 ഓക്ലൻഡിലും പുതുവർഷം പിറക്കും. ഇന്ത്യൻ സമയം ഇന്ന് വൈകിട്ട് 5:30 ഫിജിയിലും റഷ്യയുടെ ചില ഭാഗങ്ങളിലും, 6:30 ഓസ്ട്രേലിയയിലെ മെൽബണിലും സിഡ്നിയിലും ക്യാൻബറയിലും, 7:30 ക്യൂൻസ്ലാൻഡിലും, 8:30 ജപ്പാനിലെ ടോക്കിയോയിലും, ദക്ഷിണ കൊറിയയിലെ സോളിലും, ഉത്തര കൊറിയയിലെ പ്യോങ്യാങ്ങിലും 2026 തുടക്കമാകും. രാത്രി 9:30 ബീജിംഗിലും ഹോങ്കോങ്ങിലും മനിലയിലും സിംഗപ്പൂരിലും പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കമാകും. രാത്രി 11 മണിയോടെ മ്യാൻമറിലും 11:30 ബംഗ്ലാദേശിലും 11:45 നേപ്പാളിലും പുതുവത്സരം എത്തിയതിനു ശേഷമാണ് ഇന്ത്യയിൽ പുതുവത്സരമെത്തുക. അമേരിക്കയിലെ ബേക്കർ ഐലൻഡിലും ഹൗലൻഡ് ഐലൻഡിലുമാണ് ഏറ്റവും ഒടുവിൽ പുതുവർഷം പിറക്കുന്നത്. നാളെ ഇന്ത്യൻ സമയം വൈകിട്ട് 5:30 മാത്രമേ അവിടെ പുതുവർഷമെത്തൂ. റിസർച്ച് ഡെസ്ക് 24. ഇനി കോഴിക്കോട്ടേക്കാണ് മിഥില ബാലൻ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് മിഥില, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രധാന വാർത്തകൾ കോഴിക്കോട്, ഒപ്പം വടക്കൻ കേരളത്തിൽ? മിഥില. ഗുഡ് മോർണിംഗ് ഉന്മേഷ്. പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ രാപ്പകൽ സമരം, അതായത് താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് അല്ലെങ്കിൽ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് രാപ്പകൽ സമരം നടക്കുന്നുണ്ട്. ആ രാപ്പകൽ സമരത്തിന്റെ സമാപനം ഇന്ന് 10 മണിക്കാണ്. കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവാണ് ഈ ഒരു ഉപവാസ സമരം സമാപനം ഉദ്ഘാടനം ചെയ്യുക. മാത്രമല്ല MK രാഘവൻ MP ഉൾപ്പെടെ ഇതിൽ പങ്കെടുക്കും. പ്രധാനപ്പെട്ട ആവശ്യം എന്നത് കോഴിക്കോട് വയനാട് ജില്ലാ കളക്ടർമാർ ഈ വിഷയത്തിൽ ഇടപെടണം എന്നതാണ്. ഒരുപാട് നിർദ്ദേശങ്ങൾ നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിച്ചിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല. ഇതിനെതിരെയായിരുന്നു ഇത്തരത്തിൽ ഒരു സമരം ഇന്നലെ വൈകിട്ട് IC ബാലകൃഷ്ണൻ MLA-യും ഒപ്പം തന്നെ T സിദ്ദീഖ് MLA-യും ആരംഭിച്ചത്. അതിൻ്റെ സമാപനമുണ്ട് ഇന്ന് രാവിലെ 10 മണിക്ക്. അതാണ് ഒരു വാർത്ത. മറ്റൊന്ന് ഇന്നലെ നമ്മൾ കണ്ടതാണ്. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വിചാരണ തടവുകാരൻ, അതായത് കൊലക്കേസ് പ്രതി ചാടിപ്പോയ സംഭവം. ശുചിമുറിയുടെ ഭിത്തി തുറന്നായിരുന്നു ഇത്തരത്തിൽ ചാടിപ്പോയിട്ടുണ്ടായിരുന്നത്. പെരിന്തൽമണ്ണ ദൃശ്യവധക്കേസിലെ പ്രതിയാണ് വിനീഷ് പേര്. ആ പ്രതിയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ പ്രതിക്കായുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനു മുൻപും ഇത്തരത്തിൽ സമാനമായ രീതിയിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ഇയാൾ ചാടിപ്പോയിട്ടുണ്ടായിരുന്നു. അന്ന് കർണാടകയിൽ നിന്നായിരുന്നു ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് ജില്ല വിട്ടു എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിലും സംസ്ഥാനങ്ങളിലേക്കുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട അലേർട്ട് നൽകിയിട്ടുണ്ട്. ആ പ്രതിയെ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഉന്മേഷ്. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്നാണ് നടക്കുക. വൈകിട്ട് 4 മണിക്ക് വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. ഇപ്പോൾ മുടവൻമുകളിലെ മോഹൻലാലിന്റെ വീട്ടിൽ നിന്ന് MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്ന് പുലർച്ചെ 5:30 കൂടിയാണ് ശാന്തകുമാരിയുടെ മൃതദേഹം മുടവൻമുകളിലെ വീട്ടിൽ എത്തിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരമായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. മോഹൻലാൽ അടക്കമുള്ള അവർ ഇപ്പോൾ ഈ മുടവൻമുകളിലെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ, നിർമ്മാതാവ് രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ ഈ മുടവൻമുകളിലെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. ഇളമക്കരയിലെ വീട്ടിൽ വെച്ചായിരുന്നു ഇന്നലെ മരണം സംഭവിച്ചത്. കഴിഞ്ഞ 12 വർഷത്തോളമായി പക്ഷാഘാതത്തിന് ചികിത്സയിലായിരുന്നു ശാന്തകുമാരി. തുടർന്ന് 2 വർഷം മുന്നെയാണ് രോഗം മൂർച്ഛിച്ചതും ഇന്നലെയോടുകൂടി മരണം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. ശാന്തകുമാരിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, വളരെ ആത്മബന്ധമുള്ള ഈ മുടവൻമുകളിലെ വീട്ടിൽ തന്നെ സംസ്കാരം നടത്തണമെന്ന ഒരു താല്പര്യപ്രകാരമാണ് മൃതദേഹം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. വൈകുന്നേരം 4 മണിക്ക് മുടവൻമുകളിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഈ വീടിന് പുറകുവശത്തായി ഇതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായരുടെയും ചേട്ടൻ പ്യാരിലാലിൻ്റെയും
സംസ്കാര ചടങ്ങുകൾ പണ്ട് നടന്ന ഒരിടം കൂടിയാണ് ഈ മുടവൻമുകളിലെ വീട്. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് തന്നെ അമ്മയ്ക്കും ചിതയൊരുക്കണമെന്ന ആഗ്രഹപ്രകാരമാണ് ഇപ്പോൾ മുടവൻമുകളിലേക്ക് തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ മുടവൻമുകളിലെ വീട്ടിൽ ഇന്ന് വൈകുന്നേരം വരെ പൊതുദർശന ചടങ്ങുകൾ നടക്കും. ഈ ആളുകൾക്കുൾപ്പെടെ കാണാനുള്ള സൗകര്യം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാവിലെ മുതൽ തന്നെ നിരവധി ആളുകളാണ് ഈ മുടവൻമുകളിലെ വീട്ടിലേക്ക് എത്തുന്നത്. ഇന്ന് പുലർച്ചെ മൃതദേഹം വീട്ടിലെത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ മോഹൻലാലും ഇവിടെ എത്തിയിരുന്നു. ഇനി വൈകുന്നേരം പൊതുദർശന ചടങ്ങുകൾ നടക്കും. കൂടുതൽ ആളുകൾ ഈ മുടവൻമുകളിലെ വീട്ടിലേക്ക് എത്തും. ആളുകൾക്ക് പൊതുദർശനത്തിനും മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം ക്രമീകരണങ്ങളൊക്കെ തന്നെ മുടവൻമുകളിലെ വീട്ടിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മുടവൻമുകളിലെ വീട്ടിലെത്തിയായിരിക്കും അന്തിമോപചാരം അർപ്പിക്കുന്നത്. അത്തരത്തിൽ ഉള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മോഹൻലാലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആത്മബന്ധം മോഹൻലാലിൻ്റെ അമ്മയോടാണ്. മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിൽ മോഹൻലാലിന് ഏറ്റവും കൂടുതൽ തുടക്കം മുതൽ കുട്ടിക്കാലം മുതൽ തന്നെ വലിയ പിന്തുണ നൽകിയത് മോഹൻലാലിൻ്റെ അമ്മ ശാന്തകുമാരിയായിരുന്നു. ഈ മുടവൻമുകളിലെ വീടും അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. സിനിമാ ജീവിതത്തിലും ഒപ്പം വ്യക്തി ജീവിതത്തിലും മോഹൻലാലിനെ സംബന്ധിച്ചും ശാന്തകുമാരിയെ സംബന്ധിച്ചും വലിയ ആത്മബന്ധമുള്ള ഒരു വീട് കൂടിയാണ് മുടവൻമുകളിലെ ഹിൽ വ്യൂ വീട്. 39 വർഷം ശാന്തകുമാരി ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ശരി പ്രതീഷ്. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് വൈകിട്ടാണ് ശാന്തകുമാരി അമ്മയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇനി ഡൽഹിയിലേക്കാണ് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ രാജ്യ തലസ്ഥാനത്ത്? ബൽറാം. ഉന്മേഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഒട്ടേറെ നിർണായകമായ പ്രധാനമായ വാർത്തകളുണ്ട്. വർഷാവസാനമാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളുണ്ട്. ഒപ്പം തന്നെ രാജ്യത്തെ പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു കാര്യം എന്നുള്ളത് ഇന്ന് ആധാറും പാൻ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള അവസാന ദിവസമാണ്. ഇന്നത്തോടെ ഈ ലിങ്കിങ് പൂർത്തിയാകാത്തവരുടെ പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമാകും നാളെ മുതൽ എന്നാണ് ആദായ നികുതി വകുപ്പ് അറിയിക്കുന്നത്. തുടർന്ന് പിന്നീട് ലിങ്ക് ചെയ്യണമെങ്കിൽ അതിന് 1000 രൂപ പിഴ അടയ്ക്കേണ്ടി വരും. ഇത് പ്രധാനമായും പണ ഇടപാടുകൾ ഉൾപ്പെടെയുള്ളവയെ ബാധിക്കും. അതേസമയം അസം, ജമ്മു കശ്മീർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഇത് ബാധകമായിരിക്കില്ല. കൂടാതെ പ്രവാസികൾക്കും ഇത് ബാധകമാകില്ല എന്നാണ് ആദായ നികുതി വകുപ്പ് അറിയിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനമായ വിഷയം എന്നുള്ളത് ഈ ഓൺലൈൻ ഡെലിവറി തൊഴിലാളികൾ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിൽ വേതനം, തൊഴിൽ സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന ബഹുഭൂരിഭാഗം ഓൺലൈൻ ഡെലിവറി ജീവനക്കാരും ഇന്ന് പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആദ്യമായാണ് രാജ്യവ്യാപകമായി ഇത്തരത്തിൽ ഒരു പൊതുപണിമുടക്ക് പ്രഖ്യാപിക്കുന്നത്. പ്രത്യേകിച്ച് നഗരങ്ങളെ പ്രധാനമായും ആശ്രയിക്കുന്നത് ഇത്തരം ജീവനക്കാരെയാണ് എന്നതുകൊണ്ട് തന്നെ ഏത് തരത്തിലായിരിക്കും ജനജീവിതത്തെ അത് ബാധിക്കുക എന്നുള്ളത് നിർണായകമാകും. എത്രത്തോളം ഇതൊരു അസംഘടിത മേഖല ആയതുകൊണ്ട് തന്നെ എത്രത്തോളം തൊഴിലാളികൾ ഈ മേഖലയിൽ പണിമുടക്കും എന്നുള്ളതും നിർണായകമാകും. എന്തായാലും ഇത് വരും മണിക്കൂറുകളിൽ ആയിരിക്കും ഇതിൻ്റെ ആഘാതം എത്രത്തോളം എന്നുള്ളത് ബോധ്യമാകുക. ഒപ്പം തന്നെ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നും ബംഗാൾ സന്ദർശനം തുടരുകയാണ്. ഇന്ന് നിർണായകമായ ചില ചർച്ചകൾ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ BJPയുടെ അജണ്ട നിശ്ചയിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സന്ദർശന ലക്ഷ്യം. ബൽറാം നെടുങ്ങാടി, ഡൽഹിയിൽ നിന്ന്.